ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഇന്ന് ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഒരു ഹിന്ദി മൂവി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ആക്ഷൻ ത്രില്ലർ രൂപാന്തരപ്പെടുന്ന സിനിമയാണ്. പൃഥ്വിരാജ്, കാജൽ, ഇബ്രാഹിം അലി ഖാൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. സർസാമി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സിനിമയുടെ സ്റ്റോറി നോക്കാം നമുക്ക്. ഈ സിനിമയുടെ സ്റ്റോറി എന്താണെന്ന് നോക്കിയാൽ, കാശ്മീരിലെ ഒരു ആർമി ഓഫീസറായിരിക്കും നമ്മുടെ നായകൻ പൃഥ്വിരാജാണ്. കേണൽ വിജയ് മേനോനാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും കാജോൾ അവതരിപ്പിക്കുന്ന കഥാപാത്രം. അപ്പോൾ പിന്നെ ഒരു എന്താ പറയുക, ഈ തീവ്രവാദികളെ പിടിക്കുന്ന സമയത്ത് മകനാണോ എന്താ പറയുക, രാജ്യമാണോ അത് സ്വന്തം ഫാമിലിയാണോ വലുത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ നായകനാണ്. അപ്പോൾ നായകൻ്റെ ജീവിതമാണ് സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി നമ്മൾ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക അവസരത്തിൽ മകനാണോ വലുത് അല്ലെങ്കിൽ സ്വന്തം രാജ്യമാണോ വലുത് എന്ന് തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നായകൻ വരികയാണ്. അപ്പോൾ അതിനുശേഷം നായകൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ സിനിമ സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോറി ഇതുപോലെ വന്നിട്ടുണ്ട്. ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ തളപതി വിജയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഗോട്ട് എന്ന സിനിമ, ദ ഗ്രേറ്റസ്റ്റ് ഓഫ്, ആ ഒരു സിനിമയുടെ സ്റ്റോറി വേറൊരു രൂപത്തിൽ എടുത്തു വെച്ച് എങ്ങനെ ഉണ്ടാവും, അതുപോലെയാണ് ഈ സിനിമയുടെ സ്റ്റോറി എന്നുള്ളത്. വീക്കായിട്ടുള്ള സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ലാസ്റ്റ് ഒരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്നു. ജസ്റ്റ് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പെർഫോമൻസുകളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പൃഥ്വിരാജിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ കാജലിൻ്റെ പെർഫോമൻസും ഒക്കെ അടിപൊളിയായിരുന്നു. ഇമോഷണലൊക്കെ കിടിലനാക്കി ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സിനിമ 2 മണിക്കൂർ കൂടുതൽ സിനിമയുടെ ദൈർഘ്യം വരുന്നത്. 2 മണിക്കൂറും 10 മിനിറ്റാണ് പോകുന്ന സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. നമ്മുടെ ലേഖ അടുപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂടുതലായിട്ടുള്ള കൊമേഴ്ഷ്യൽ ഇതിലേക്കൊന്നും സിനിമ പോകുന്നില്ല. കഥ പറഞ്ഞു പോവുകയാണ് സിനിമ. ഫസ്റ്റ് തന്നെ എന്താണ് സംഭവിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞ പോലെ ഒരു അച്ഛനായിട്ടും ഒരു ആർമി ഓഫീസറായിട്ടും പിന്നെ പൃഥ്വിരാജ് കെട്ടിലായിട്ട് അഭിനയിച്ചിട്ടുള്ളതാണ്. ബാക്കിയുള്ള പെർഫോമൻസ് ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള ടെക്നിക്കൽ സൈഡുകളൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ പ്ലേ, സ്റ്റോറി കുറച്ചുകൂടി ഒന്ന് നന്നാക്കാമായിരുന്നല്ല, നമ്മൾ കണ്ടുപടുത്ത ആ ഒരു സംഭവം തന്നെയാണ്. ജസ്റ്റ് വാച്ചബിളാണ് എനിക്ക് ഈ സിനിമ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഹിന്ദി ഭാഷ കൂടാതെ ഈ തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ മലയാളമാണ് കണ്ടത്. മലയാളം ഡബ്ബിങ് നന്നായിരുന്നു, വളരെ നന്നായിരുന്നു ചെയ്തിട്ടുണ്ട്. തമിഴ് ഡബ്ബിങ് കൊള്ളാമായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ തമിഴോ ഹിന്ദി അറിയാവുന്നവരെ ഹിന്ദി തന്നെ കാണാം. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ സ്റ്റോറി നമ്മൾ കണ്ടുപെടുന്ന സംഭവം കണ്ടവരുണ്ടെങ്കിൽ, ഇതിനോടൊപ്പം തന്നെ സിനിമ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത്രയാണ് മൊത്തം വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.